വി എസിനെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് എന്താണ്? വി എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സവിശേഷതയായി നമുക്ക് പറയാൻ കഴിയുന്നത് അദ്ദേഹം അനീതിക്കെതിരായ അദ്ദേഹത്തിൻ്റെ പോരാട്ടം. അത് അദ്ദേഹത്തിൻ്റെ ഈ അരിഞ്ഞാണമൂരി തുടങ്ങിയ ആദ്യത്തെ കലാപം മുതൽ സ്മൃതിനാശം വരുന്ന ഏറ്റവും അവസാനത്തെ ദിനം വരെ വി എസ് സംഗ്രാമധീരതയോടുകൂടി പോരാടി എന്നതാണ് വി എസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്രമാത്രം ചരിത്രത്തിൻ്റെ ഭാഗമായൊരു മനുഷ്യൻ, ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ അവസാനത്തെ കണ്ണി CPIM രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇറങ്ങി വന്ന 32 പേരിൽ ഒരേ ഒരാൾ ജീവിച്ചിരുന്നൊരു വ്യക്തി. എല്ലാ കാലത്തും അനീതികളോട്, അപഭ്രംശങ്ങളോട് സന്ധിയില്ലാതെ പോരാടിയ വി എസിനെ പോലെ സമാനതകളില്ലാത്തൊരു മനുഷ്യൻ്റെ വേർപാട് തീർച്ചയായും എല്ലാ മലയാളികളെ പോലെ എന്നെയും വ്യക്തിപരമായി വേദനിപ്പിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള രീതിയിൽ വി എസിൻ്റെ ആ ഒരു ക്യാരക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നമുക്ക് ആകർഷിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലുള്ള കാർക്കശ്യം, സത്യസന്ധത, ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ ഉള്ള പ്രതിബദ്ധത, നിരവധി വി എസിൻ്റേതാവുന്ന ഒരുപാട് സവിശേഷതകളുണ്ട്. അത് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ഈ കാണുന്ന ലോകം, ഈ സമൂഹം ഇതുപോലെ ആയി തീർന്നതിൽ വി എസിനെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകളുടെ പങ്ക് ഒട്ടും ചെറുതായി കാണാൻ കഴിയില്ല. കാരണം 1900 വി എസിൻ്റെ അമ്മയെ കണ്ടിട്ടില്ല, അച്ഛനെ കണ്ടിട്ടില്ല. അങ്ങനെ അനാഥത്വം നിറഞ്ഞൊരു ബാല്യം. ആ ബാല്യം മാറുന്നത് പാർട്ടി കാർഡ് വി എസ് സൈമണാശാൻ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് ആ അനാഥത്വം മാറുന്നത്. അങ്ങനെ പരശതം മനുഷ്യർ വി എസിൻ്റെ ബന്ധുക്കളായി മാറുന്നു. സ്വാഭാവികമായും അതിനുശേഷം കുട്ടനാട്ടിൽ കർഷകത്തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനായി പോകുന്ന ഘട്ടത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? ജോസഫ് മുരിക്കൻ, മകൊമ്പിൽ സ്വാമിമാർ, അങ്ങനെയുള്ള വലിയ ഭൂപ്രമാണിമാർ, കായൽ രാജാക്കന്മാർ, അവരൊക്കെ ആയിട്ടാണ് വി എസിൻ്റെ പോരാട്ടം. അവിടെ ചെല്ലുമ്പോൾ മനുഷ്യനെ വയൽവരമ്പിൽ ചവിട്ടിത്താഴ്ത്തുന്ന തരത്തിൽ കടുത്ത അടിമത്തം നിലനിന്നൊരു കാലമാണ് അന്ന് കുട്ടനാട്ടിലുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലാണ് വി എസ് കുട്ടനാട്ടിൽ കർഷകത്തൊഴിലാളികൾ സംഘടിപ്പിക്കാനായി പോകുന്നത്. തുടർന്ന് അവർക്ക് ഇന്നീ കാണുന്ന തരത്തിലേക്ക് ആത്മാഭിമാനമുള്ള മനുഷ്യരായി മാറ്റുന്ന, അന്നെന്ന് പറഞ്ഞാൽ തൊഴിലില്ല, കൂലിയില്ല, ഒരു തരത്തിലുള്ള ന്യായമായ യാതൊരു അവകാശങ്ങളുമില്ലാത്ത തികച്ചും ഒരു അടിമ രാജ്യമാണെന്ന് കുട്ടനാട്. ഇന്നീ കാണുന്ന കുട്ടനാടല്ല. മനുഷ്യൻ കുത്തിയെടുത്ത് ചെളി തറയിൽ നിന്നും കുത്തിയെടുത്തുണ്ടാക്കിയതാണ് ഇന്നീ കാണുന്ന കുട്ടനാട്. അവിടെ അവർക്ക് മനുഷ്യരായി ജീവിക്കാൻ ഒരിടം നൽകിയത് വി എസ് പ്രദാനം ചെയ്യുന്ന പാർട്ടിയുടെ ചെങ്കൊടിയുമാണ്. സ്വാഭാവികമായി അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, കയർത്തൊഴിലാളികളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് വി എസ് നൽകിയ മാറ്റം, വി എസ് ഒരുപക്ഷെ ആലപ്പുഴ ചെത്തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡൻ്റായി എനിക്ക് തോന്നുന്നു 2002 വരെ, 1949 ചെത്തൊഴിലാളി യൂണിയൻ, അമ്പലപ്പുഴ താലൂക്ക് ചെത്തൊഴിലാളി യൂണിയൻ ഉണ്ടായി. 2001 വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലാണ് ആ ചെത്തൊഴിലാളി യൂണിയൻ്റെ സംഘടനയുടെ നേതൃപദവിയിൽ നിന്നും വി എസ് മാറുന്നത്. ഏതാണ്ട് 19 കൊല്ലത്തിലധികം കാലം വി എസ് ഇതിൻ്റെ നേതൃപദവികളുണ്ട്. അങ്ങനെ വിവിധ കാലഘട്ടങ്ങളിലായി ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ, കർഷക പ്രസ്ഥാനത്തിൽ, പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ, CPMൻ്റെ വിവിധ ചുമതലകൾ വഹിക്കുന്ന ഘട്ടത്തിലെല്ലാം അത്രയധികം ആഴത്തിൽ ജനമനസ്സുകളിൽ വേരോടിയ ഒരു വ്യക്തിയാണ് വി എസ്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എന്നുള്ളൊരു പദവി, പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവി, മുഖ്യമന്ത്രി എന്നുള്ള പദവി, ഇങ്ങനെ ഓരോ പദവികളിലും അദ്ദേഹം വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പം അദ്ദേഹം കൂടുതൽ ജനകീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു, അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകുന്നു. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കുറച്ചുകൂടി സമരവീര്യം, സമര പോരാട്ടമൊക്കെ. എങ്ങനെയാണ് ഈ 3 തലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ വ്യത്യസ്തതയായിരുന്നു ഓരോ മേഖലകളിലും? ഓരോ ഘട്ടത്തിലെയും വി എസിൻ്റെ അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം എന്നത് ഓരോ ദിവസവും, ഓരോ വർഷവും ഓരോ തരം പരിണാമമാണ്. ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി എസിനെ ഒരു കൈതയുടെ താഴെ ഒരു കുഴിയെടുത്ത് കുഴിച്ചു മൂടുമായിരുന്നു പോലീസുകാർ. കേവലം ഏതെങ്കിലും ഒരു പാലാ സ്റ്റേഷനിലുള്ള കേവലം ഒരു FIR നമ്പർ മാത്രമായി പോകുമായിരുന്നു വി എസ്. 1946
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ മാസം 28-ാം തീയതി പുന്നപ്ര വയലാർ സമരത്തിന് ശേഷം 27-ാം തീയതി വെടിവെപ്പ് വയലാറിൽ നടക്കുന്നു. 28-ാം തീയതിയാണ് വി എസിനെ അറസ്റ്റ് ചെയ്യുന്നത് പാലയിൽ നിന്ന്. അവിടെ അലക്സ് എന്നായിരുന്നു വി എസിൻ്റെ അന്നത്തെ ഒളിത്താവളത്തിലെ പേര്. വി എസിനെ കൊണ്ടുവരുമ്പോൾ വി എസിനെ കയ്യിലുണ്ടായിരുന്ന ഒരു കടലാസ് ഉണ്ടായിരുന്നു. ആ കടലാസിൽ ചില കോഡ് വാക്കുകൾ എഴുതിയിരുന്നു. ആരാണ് ഈ പേരെഴുതിയിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടാണ് വി എസിനെ കോറ തുണിക്കിടിക്കുന്നത്. അതിനുശേഷം CID വാസുപിള്ളയാണ് വി എസിനെ തിരിച്ചറിയുന്നത്. ഇത് വി എസ് ആണെന്നും പുന്നപ്രയിലെ ഏമാൻ്റെ തലവെട്ടിയിട്ട് വന്ന ആളാണെന്നും അറിഞ്ഞ് വി എസിനെ തിരിച്ചറിയുന്നത് വാസുപിള്ളയാണ്. അങ്ങനെ അപ്പോഴാണ് പോലീസുകാരുടെ അറ്റാക്ക് കൂടുന്നതും ഈ പേപ്പറിലുള്ള ആളുകളുടെ പേരുവിവരം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വി എസിൻ്റെ കാലിൽ ബയണറ്റ് കുത്തിക്കയറ്റുന്നു. 23 വയസ്സ് മാത്രമേ ഉള്ളൂ അന്ന് വി എസ്. 1923 ജനിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് 1946. കേവലം 23 വയസ്സിലാണ് വി എസ് അന്ന് മരിച്ചു പോകേണ്ടതാണ്. അതിനുശേഷം എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നു? 102 വയസ്സ് വരെ ജീവിച്ചിരുന്നു വി എസ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വളരെ നന്നേ ചെറുപ്രായത്തിൽ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായി. 1959 എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10-31 വയസ്സുള്ളപ്പോൾ മാത്രമാണ് വി എസ് അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലെത്തുന്നത്. 1958 ദേവികുളം ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുമതലയും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന അജയ് ഘോഷ് നേരിട്ട് ഏൽപ്പിക്കുന്ന വി എസിനെയാണ്. അങ്ങനെ വി എസിൻ്റെ ഈ ഒരു പ്രവർത്തനം അതിനുശേഷം ഇങ്ങോട്ടുള്ള ഏതാണ്ടൊരു 65 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വി എസ് മത്സരിക്കുകയും ദൗർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ 67-ലും 70-ലും അദ്ദേഹം മികച്ച പാർലമെൻറ്റേറിയനായി നമുക്ക് കാണുന്നുണ്ട്. 70-ൽ ഒരുപക്ഷെ ഈ അടുത്ത് എൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായി ഞാൻ നിയമസഭയിലെ ചില സൈറ്റുകൾ പരതിയപ്പോൾ കാണുന്നത് 1970-ലൊക്കെ 69-ലും 70-ലും ഒക്കെ വന്ന ഈ ഭൂപരിഷ്കരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിയമസഭാ ഡിബേറ്റുകളിൽ വി എസിൻ്റെ വളരെ ഉജ്ജ്വലമായ സാന്നിധ്യം കാണാം. പ്രത്യേകിച്ച് കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമം ഏതാണെന്ന് ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. ആ നിയമങ്ങളിലെല്ലാം ജോൺ ജേക്കബും വി എസും തമ്മിൽ അവർ രണ്ടുപേരും 2 തരം വർഗ്ഗങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ആളുകളാണ്. ഒരാൾ കർഷക തൊഴിലാളി യൂണിയനെ പ്രതിദാനം ചെയ്യുന്നു, ഒരാൾ നിരണം ബേബിയാണല്ലോ ജോൺ ജേക്കബ് എന്ന് പറയുന്നത്. അവർ രണ്ടുപേരും 2 വർഗ്ഗങ്ങളെ പ്രതിദാനം ചെയ്യുകയാണ്. അവരുടെ നിയമസഭാ ഡിബേറ്റുകൾ അതീവ മനോഹരമായ ഡിബേറ്റുകളാണ്. അന്ന് മുതലേ വി എസ് ഒരു മികച്ച പ്രാസംഗികൻ എന്നുള്ള നിലയിൽ, ഒരു ഡിബേറ്റർ എന്നുള്ള നിലയിൽ വി എസ് ഉണ്ട്. 91 കാലഘട്ടത്തിലുള്ള വി എസിൻ്റെ പാർലമെൻ്ററി ഇടപെടലുകൾ, പ്രത്യേകിച്ച് പാമോലിൻ കേസുമൊക്കെ ബന്ധപ്പെട്ട് വി എസ് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ചില ഘട്ടങ്ങളിൽ കെ കരുണാകരൻ പോലും പറയാറുണ്ട്, എൻ്റെ കയ്യിൽ ഇതിന് മറുപടി പറയണമെങ്കിൽ എൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഇല്ല, അതെല്ലാം വി എസിൻ്റെ കയ്യിലാണുള്ളത്, ആ ഡോക്യുമെൻ്റ് കിട്ടിയാലേ പറയാൻ പറ്റും. അങ്ങനെ പഠിച്ചും പറഞ്ഞ പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ 80-കൾ മുതൽ 91 വരെ വി എസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയിൽ അതിരൂക്ഷമായ ബദൽ രേഖ, പ്രവീൺ അറിയാവുന്നതുപോലെ ബദൽ രേഖയുടെ കാലം വരുന്നു. ആ ബദൽ രേഖയുടെ കാലം KR ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ആ ഘട്ടത്തിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ വർഷങ്ങളാണ്. പ്രത്യേകിച്ച് 1990-കളുടെ ഏറ്റവും 80-കളുടെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുകയും ലോകത്തിന് കമ്മ്യൂണിസത്തിന് പ്രസക്തിയില്ല എന്ന് പറയുകയും ചെയ്യുന്നൊരു കാലത്താണ് വി എസ് ഉണ്ടാവുന്നത്. അപ്പോൾ അന്ന് ഈ പാർട്ടിയെ നയിക്കുന്നതിൽ വി എസ് കാട്ടിയ ജാഗ്രത, അതിനുശേഷം ഇങ്ങോട്ട് 96 മുതൽ ഇങ്ങോട്ട് LDFിൻ്റെ കൺവീനറായിരിക്കുകയും 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ നേതാവായിരിക്കുകയും 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരിക്കുകയും അതിനുശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുക്കുകയും അങ്ങനെ വളരെ സമൂലമായ രൂപത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് ഒക്കെ വിസ്മരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിസ്മരണീയമായ തൻ്റെ പാദമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിയാണ് വി എസ് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. അത് അവിതർക്കിതമായ വസ്തുതയാണ്. വി എസ് കൂടി ഉൾപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിര, ആ നേതൃനിരയാണ് പിന്നീട് ഇങ്ങോട്ട് ഇന്ന് കാണുന്ന തരത്തിലേക്ക് ഈ ജനകീയതയെ വളർത്തി എടുക്കുന്നതിൽ EMS, AKG, CH കുഞ്ഞമ്പു, CH കണാരൻ, അതുപോലുള്ള മഹാരഥന്മാരെ ഇമ്പിച്ചി ബാവ തുടങ്ങിയ നേതാക്കന്മാരോടൊപ്പം തന്നെ ഏറ്റവും ത്യാഗനിർഭരമായ, പ്രൗഢഗംഭീരമായ പാരമ്പര്യമുള്ള വലിയ നേതാവാണ് വി എസ് എന്നുള്ള കാര്യം അവിതർക്കിതമാണ്. ചില മന്ത്രിമാരൊക്കെ എന്ന് പറയുകയുണ്ടായി, അവരെ തേച്ചു മിനുക്കിയെടുത്തതിൽ വി എസിന് വലിയ പങ്കുണ്ടെന്ന്. അവരുടെ തെറ്റുകൾ തിരുത്താനും എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകാം അല്ലെങ്കിൽ ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനാകാമെന്ന് വി എസ്
ഒരു പാഠമായിരുന്നു എന്ന് ചിലരുടെയൊക്കെ പ്രതികരണങ്ങൾ കേട്ടു. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് എങ്ങനെയായിരിക്കാം VS ഇനി മാതൃകയാവുക? തീർച്ചയായും VS എല്ലാ തരത്തിലും മാതൃകയായിരുന്നൊരു വ്യക്തി തന്നെയാണല്ലോ. VS കൂടി ഉൾപ്പെട്ട ത്യാഗനിർഭരമായ ഒരു ചരിത്രം ഞാൻ സൂചിപ്പിച്ചല്ലോ. മരണപ്പെട്ടു എന്ന് കരുതിയ VS, അവിടെ നിന്നും തിരിച്ചു വരുന്ന VS, ട്രേഡ് യൂണിയൻ നേതാവായ VS, കർഷകത്തൊഴിലാളി യൂണിയൻ നേതാവായ VS, അദ്ദേഹത്തിൻ്റെ ത്യാഗനിർഭരമായ പൊതുപ്രവർത്തന പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എല്ലാവർക്കും അത് തീർച്ചയായും ആ പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്നതാണ്. അത് സ്വാഭാവികമായി എല്ലാവർക്കും വലിയ ആവേശം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണത്.